ഇത്ര നേരം നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് 2 ക്ലാസ്സുകളിലായിട്ട് കണ്ടിരുന്നത്. എന്നാൽ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ, തെറ്റുകളെ വരെ തിരുത്തുന്നതിന് വളരെയധികം സഹായകരമായിട്ടുള്ള IDE അഥവാ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്നറിയപ്പെടുന്ന ചില പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന രീതിയാണ്. അത്തരത്തിലൊരു സോഫ്റ്റ്വെയറാണ് IDLE3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അതിൻ്റെ ഇൻ്റർഫേസ് നമുക്കൊന്നിപ്പോൾ പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇനി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം. ഒരു വലിയൊരു പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഫയൽ ന്യൂ എടുത്ത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സിംഗിൾ ലൈനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ അമർത്തുമ്പോൾ റൺ ആവുന്ന രീതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ന്യൂ ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇവിടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ അതേ കോഡ് തന്നെ, ഈ കോഡ് തന്നെ നമ്മൾ അതിലേക്കൊന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഫയലിൽ സേവ് അടിക്കുക, ഡെസ്ക്ടോപ്പിൽ IDLE എന്ന് ഞാൻ അതിന് പേര് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി റൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് റൺ മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ അത് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എററൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ് നെയിം എന്ന് ചോദിക്കുന്നു, ഗെയ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ അമർത്തുമ്പോൾ അടുത്ത ചോദ്യം വരുന്നു, കറൻറ്റ് ഇയർ എന്ന് ചോദിക്കുന്നു. കറൻറ്റ് ഇയർ 2025 എന്ന് കൊടുക്കുന്നു. ബർത്ത് ഇയർ ചോദിക്കുന്നു, 2000 എന്നൊന്ന് അടിച്ചു കൊടുക്കുന്നു. ഇവിടെ ഉത്തരം കറക്റ്റായിട്ട് ഗേസ് യുവർ ഏജ് ഈസ് 25 എന്ന് കൃത്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിവിടെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നില്ല. വീണ്ടും ഒന്ന് റൺ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കൂടെ സേവ് ചെയ്യണോ ചോദിക്കും, ഓക്കെ അടിക്കുന്നു. ആ സമയത്ത് ഇവിടെ എഴുതി കാണിക്കുകയാണ് സിൻടാക്സ് എറർ എന്നാണ് അതിന് പറയുന്നത്. കുത്ത്, കോമ, ബ്രാക്കറ്റ് അതുപോലുള്ള സ്പേസ് തുടങ്ങിയ എററുകളൊക്കെ സിൻടാക്സ് എറർ എന്നുള്ള രീതിയിലാണ് ഇത് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. അത് നമ്മൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് അവിടെ ഇവിടെ റെഡ് കളർ കാണിച്ചുകൊണ്ട് എവിടെയാണ് തെറ്റ് എന്നുള്ളത് വരെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. റൺ മൊഡ്യൂൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി സേവ് ചെയ്യണം ചോദിക്കുന്നു, ഓക്കെ അടിക്കുന്ന സമയത്ത് വീണ്ടും ആ പ്രോഗ്രാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഇത്തരത്തിലൊരു വലിയ ഒരു പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പുതിയ കണ്ടീഷൻസ് കൂടി അവിടെ കൊടുക്കേണ്ടി വരും. അതായത് ഇന്ന രീതിയിൽ നടക്കുകയാണെങ്കിൽ മാത്രം ആ രീതിയിൽ കാണിക്കുക, അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള ചില കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അത്തരത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കണ്ടീഷൻസ് നൽകുന്നതിനെ ബ്രാഞ്ചിങ് എന്നാണ് പറയുന്നത്. പ്രോഗ്രാമിംഗ് സങ്കേതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നതിനെ ബ്രാഞ്ചിങ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഉദാഹരണമായിട്ട് പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളതെന്ന് പറയുന്നത് കായികമേള നടക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ അവരുടെ ഏജിനനുസരിച്ച് തരംതിരിക്കാറുണ്ട്. ആ ഒരു രീതി നമ്മളിവിടെ ഒന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏജ് വെച്ച് തയ്യാറാക്കുന്ന സമയത്ത് നമ്മളവിടെ 2, 3, 4 തരംതിരിവുകൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ തുടർച്ചയായിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ആണ്. അവിടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈഫ് കണ്ടീഷനാണ് കൊടുക്കുന്നത്, ഈഫ് എൽസ് എന്നുള്ളതാണ്. അതായത് കുട്ടി ഇത്ര വയസ്സിന് മുകളിലാണെങ്കിൽ, കുട്ടി 14 വയസ്സിന് മുകളിലാണെങ്കിൽ ജൂനിയർ കാറ്റഗറി എന്നും അതല്ലെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറി എന്നും ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് ചേർത്ത് നോക്കാം. ഈഫ് ഏജ് ഗ്രേറ്റർ ദാൻ 14, അടുത്ത വരിയിലേക്ക് ഇങ്ങനൊരു ചിഹ്നം നൽകി കഴിഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും
ഒരു സ്പേസ്, ഒരു ടാബ് സ്പേസ് വിട്ടുകൊണ്ടാണ് അടുത്ത കഴ്സർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ഈഫ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ അകത്താണ് അടുത്ത നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഈഫിൻ്റെ പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒന്നുകൂടി ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഈഫ് ക്ലോസിൻ്റെ പുറത്തേക്ക് എത്തി. വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് എൻ്റർ അമർത്തുമ്പോൾ ഈഫ് ക്ലോസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിൻ്റ് ബ്രാക്കറ്റിൽ യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി. ഇവിടെ നമുക്ക് മുകളിലെ ഒരു പ്രിൻ്റ് എന്ന് പറയുന്ന യുവർ ഏജീസ് എന്ന് പറയുന്ന സംഗതി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളയാം. ഇനി അത് ആവശ്യമില്ല. നമ്മൾ പുതിയൊരു പ്രോഗ്രാം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത് ആ രീതിയിലാണ്. മുഴുവൻ എൻ്റയർലി ടൈപ്പ് ചെയ്യുന്ന രീതി കാണിക്കുന്നില്ല. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സിൻടാക്സ് എറർ നമുക്ക് വരാൻ സാധ്യതയുള്ളത്, നമ്മൾ ഈഫ് ക്ലോസിൻ്റെ അകത്ത് തന്നെ എന്ത് കൊടുക്കും, എൽസ് എന്നുള്ളത് കൂടി കൊടുക്കും. അതല്ല, ഈഫ് പോലെ തന്നെയുള്ളൊരു കണ്ടീഷനാണ് എൽസ്. അതുകൊണ്ട് ബാക്ക് സ്പേസ് അടിച്ചേ പറ്റുള്ളൂ. എൽസ് വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ എൽസിൻ്റെ ഉള്ളിലേക്ക്, ആ ഒരു കണ്ടീഷൻ്റെ ഉള്ളിലേക്കാണ് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പ്രിൻ്റ് യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ജൂനിയർ കാറ്റഗറി എന്ന് കാണിക്കണം, അതല്ലെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറി എന്ന് കാണിക്കണം എന്നുള്ളതാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. റൺ മൊഡ്യൂൾ അടിക്കുന്ന സമയത്ത് സേവ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഇതാ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നു. ഗെയ്സ് എന്ന് കൊടുക്കുന്നു. എൻ്റർ അമർത്തുന്നു. കറൻറ്റ് ഇയർ 2025 എന്ന് കൊടുക്കുന്നു. ബർത്ത് ഇയർ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു 2010 11 കൊടുക്കണം. 2012 എന്ന് ഞാൻ കൊടുക്കുകയാണ്. എൻ്റർ അമർത്തുന്നു. അവിടെ യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി എന്ന് പറയുന്നു. അതായത് 14 വയസ്സിൻ്റെ കാട്ടിലും താഴെയാണ് എന്നുള്ളത് കൊണ്ടാണ് സബ് ജൂനിയർ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോസ് വളരെ കൃത്യമായിട്ട് തന്നെ വർക്കായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും.